അയ്യ വണക്കം. കോൺഗ്രസിൻ്റെ പുലിക്കുട്ടിയായിട്ടുള്ള ഗിരിരാജൻ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി രാഹുൽ അഴിക്കൂട്ടത്തിലാകുമോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കൂ, സത്യമാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഓഫീസും പൂട്ടി അണ്ണ ഒളിവിപ്പോയി. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. ഇന്നലെ വരെ പെൺകുട്ടിക്ക് പരാതിയില്ലായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിക്ക് പരാതി ഇല്ലായിരുന്നു. ആ ഒരു ബലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി നല്ല അന്തസ്സായിട്ട് നടന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനല്ല, സവാദിന് വരെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസമായി മരുഭൂമിയിൽ പെയ്യുന്ന മഴ പോലെ അവൻ വീണ്ടും അവതരിച്ചിട്ടുണ്ട്. അവൻ്റെ പേരും രാഹുൽ എന്ന് തന്നെയാണ്. അത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ നേരത്തെ വാദിച്ചത് സവാദിന് വേണ്ടിയായിരുന്നു. അറിയാമല്ലോ, നമ്മുടെ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബസ്സിൽ കയറി അവൻ്റെ ജനനേന്ദ്രിയം തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ അത് അങ്ങനെയല്ല സവാദ് ചെയ്തത്, ഇങ്ങനെയാണ് സവാദ് സാർ ചെയ്തത് എന്ന് പറഞ്ഞ് സവാദിനെ ന്യായീകരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അങ്ങനെ ന്യായീകരിച്ച് അവനെ പൂമാലയൊക്കെ ഇട്ട് പുറത്തിറക്കിയ ശേഷം അവ അടുത്ത ബസ്സിൽ കയറി തുണി പൊക്കി കാണിച്ചു. ഇതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും. സംഭവം വാദമൊക്കെ ഭയങ്കര കട്ടിയായിട്ടുള്ള വാദമാണ്. പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് വാദിക്കുന്നത് എന്നൊക്കെയുള്ളത് ശരി തന്നെയാണ്. പുരുഷന്മാരുടെ വിഷയത്തിൽ ഇവിടെ പല നിയമങ്ങളും ദുരുപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കേസുകളിലും യഥാർത്ഥ കേസുകളിൽ ഇവരെയൊന്നും നമ്മൾ കാണാറില്ല. ഇവർക്ക് എവിടെയെങ്കിലും പൊളിറ്റിക്കലി ഒരു ഹൈലൈറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇവർക്കൊരു ഫെയിം കിട്ടുന്ന കേസുകളിലും സപ്പോർട്ട് കിട്ടുന്ന കേസുകളിലുമാണ് ഇവരെയൊക്കെ കാണാൻ സാധിക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെമിനിസ്റ്റുകളെയാണ് മുന്നിട്ട് കണ്ടിട്ടുള്ളത്. അതായത് ഇവർക്ക് ലൈം ലൈറ്റിൽ എത്താൻ പറ്റുന്ന വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് നടി ആക്രമിക്കപ്പെട്ട കേസ്, അതിൽ ദിലീപിനെ തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് കയറ്റി പുള്ളികുത്തി നാട് കടത്തണം എന്ന് പറയുന്ന ഇവരെ ഒന്നും തന്നെ സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊന്നും കാണാറില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ളൊരു വസ്തുത. വളരെ വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ ഈശ്വർ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. കഥ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ആ പെൺകുട്ടിയെ പ്രണയിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് MLA ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. അതിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു, അഥവാ ഒരു കുഞ്ഞ് ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ നാമ്പിടുന്നു. നാമ്പിട്ട് കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിയുകയാണ്, ഇവളെ ഹണി ട്രാപ്പിൽപ്പെടുത്തുകയാണ്, ഇവൾക്ക് വേറൊരു ഭർത്താവുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിയുകയാണ്. നിസ്സഹായനായിട്ടുള്ള രാഹുൽ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത്, അതും ജീവൻ ഹാനി ഉണ്ടാക്കാൻ പറ്റുന്ന മരുന്നുകളാണ് വാങ്ങിക്കൊടുത്ത് ആ പെൺകുട്ടിയുടെ ഗർഭം എന്ത് ചെയ്തു, അബോർട്ട് ചെയ്ത ശേഷം ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു, അല്ലെങ്കിൽ ആ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇതാണ് രാഹുലിൻ്റെ സ്റ്റോറിയായിട്ട് രാഹുൽ അനുകൂലികൾ എന്താണ് അവതരിപ്പിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. ഇതൊരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ, അതായത് രാഹുൽ മാങ്കൂട്ടമൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കലി നല്ല ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ശക്തിയില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് നമുക്ക് ചുമ്മാ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നടുറോട്ടിയിട്ട് അവന്മാർ പച്ചയ്ക്ക് കത്തിക്കും, അതവിടെ നിന്നോട്ടെ. ഇനി ഇതൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും ഈ സാധാരണ വ്യക്തിയുടെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നാട്ടുകാരെല്ലാം കൂടെ ഈ സാധാരണ വ്യക്തിയെ കല്ലെറിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പിന്നെ ഇത് രാഹുൽ മാങ്കൂട്ടമായതുകൊണ്ടും പൊളിറ്റിക്കലി സ്വാധീനമുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടും അങ്ങനെ കല്ലെറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ മണ്ടന്മാരാണ്. അതിനിടയിൽ കുറച്ചെങ്കിലും സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നിവർക്ക് കൃത്യമായിട്ടറിയാം. പോരാത്തതിന് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാഹുലിനെ അങ്ങനെ വേട്ടയാടാൻ വിട്ടുതരില്ല എന്നൊക്കെയുള്ള സാഹിത്യം കലർത്തിയ ഡയലോഗുകൾ അടിച്ച് അവർ മുന്നോട്ട് വരികയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചാനലിൽ, അഥവാ ഒരു സാറ്റലൈറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പല സാറ്റലൈറ്റ് മീഡിയകളിൽ ആ പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടവുമായി
ഈ പെൺകുട്ടി ബന്ധം സ്ഥാപിക്കുന്നു. ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടി വിവാഹിതയായത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി വിവാഹിതയായപ്പോൾ ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലടക്കം ഈ പെൺകുട്ടി എന്ത് ചെയ്തിരുന്നു? ഈ പെൺകുട്ടി ആ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത് ഞാനടക്കമുള്ളവർ അന്ന് കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ഇത് വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ അഥവാ ജേർണലിസ്റ്റുകൾക്കിടയിൽ പ്രചരിച്ച ഒരു ചിത്രമാണ്. ആ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച രാഹുൽ ഈശ്വർ, അല്ലെങ്കിൽ സൗഹൃദമുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ വിവാഹം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം അടുത്ത സുഹൃത്തായിരുന്നു, എന്നിട്ട് വിവാഹം വിളിച്ചില്ല എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ അനുയായികൾ പറയുന്നത്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി നിലവിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇനി അതിന് രാഹുൽ മാങ്കൂട്ടം ഒരു കാരണക്കാരനായോ എന്ന് നമുക്കാർക്കും അറിയില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറച്ച് ചാറ്റുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ചാറ്റുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ സമ്മതമില്ല. അതായത് പെൺകുട്ടി പറയുന്നു പിൽസ് കഴിക്കണം, അതായത് കോൺട്രാസെപ്റ്റീവ്സ് എടുക്കണമെന്ന് പറയുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഇല്ല, വേണ്ട, എനിക്ക് കുഞ്ഞു വേണം എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം അഥവാ പ്രഗ്നൻ്റ് ആക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്കിതൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഇതിലെ കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചുമ്മാ നിയമപരമായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ നാട്ടിലൊരു വലിയൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഈ നിയമം അംഗീകരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സമൂഹം അംഗീകരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് നിയമം പറയുകയാണ്, ഒരു പുരുഷനും ഒരു സ്ത്രീക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹമൊന്നും കഴിക്കേണ്ട, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് നിയമം പറയുന്നുണ്ട്. സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അംഗീകരിക്കുന്നില്ല. ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന പല പുരോഗമന വാണങ്ങളും ഉണ്ട്. ഒരു കുഴപ്പമില്ല, അങ്ങ് ലൈംഗിക ബന്ധം നടത്തണം, ആരാണ് ചോദിക്കുക എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായിട്ട് കമൻ്റ് ഇടാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. യവനൊക്കെ കല്യാണമൊന്നും കഴിക്കാതെ വെറുതെ നിൽക്കണോണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ പറയണത്. ഇനി കല്യാണമൊക്കെ കഴിച്ച് യവനൊരു പെൺകൊച്ചൊക്കെ ഉണ്ടായി, ആ പെൺകൊച്ചൊക്കെ വളർന്നു വരുമ്പം പെൺകൊച്ചിനെ വീട്ടിനകത്തിട്ട് പൂട്ടി യവന്മാർ പട്ടിയെ അകത്ത് വിടും. ഇതാണ് യവന്മാരുടെ പൊതുവേയുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ഓരോ ഘട്ടങ്ങളിലാണ് വളർച്ച ഉണ്ടാകുന്നത്. ടീനേജിൽ അവനിങ്ങനെയൊക്കെ തോന്നും. അതായത് വിവാഹം എന്തിനാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നടക്കണം എന്ന് തോന്നും. പക്ഷേ വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബമായി എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രൊവൈഡ് ചെയ്യുകയാണ്. എൻ്റെ ജീവിതവും ജീവനും നീരും എല്ലാം, അതായത് മജ്ജവും മാംസയും ഊർജവും നീരും എല്ലാം, എന്താണ് രക്തവും നീരും എല്ലാം ഞാൻ അവൾക്കും എൻ്റെ മക്കൾക്കും വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ വഴിപിഴച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ലൈനിലൊക്കെ ഇവന്മാരെത്തും. സ്വാഭാവികമായിട്ട് എത്തുമില്ലെന്നൊക്കെ പറയും. പുരോഗമന വാണം എന്നാണ് നമ്മൾ ഇവന്മാരെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോടതി പറയുന്ന ഈ കാര്യങ്ങൾ സമൂഹം അംഗീകരിക്കാറില്ല. കോടതി പറയുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിൽ നിയമപരമായിട്ടുള്ള തെറ്റില്ല, നിനക്കും അവർക്കും സമ്മതമാണെങ്കിൽ എന്താണ് കുറ്റം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി കോടതി പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇത് നിയമമാണ്, ഇതും സമൂഹം അംഗീകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇരയുടെ പേര് വെളിപ്പെടുത്താത്തത്? ഇരയുടെ പേര് എല്ലാവരും അറിയണ്ടേ എന്നും പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും എന്താണ് സമൂഹം ചോദിക്കുന്ന പല കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സമൂഹം അംഗീകരിക്കുന്ന പല കാര്യങ്ങളും കോടതി അംഗീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് സമൂഹം ഒരു കള്ളനെ കൈ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ബലാത്സംഗ വീരനെ കൈ കിട്ടിയാൽ, പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇവനെ ഒറ്റ വെടിക്ക് തീർക്കണം, ഇവനെ എന്ത് ചെയ്യണം, മോബ് ലിഞ്ച് ചെയ്യണം, അതായത് ഇവനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷേ സമൂഹത്തിന് അത് ഇഷ്ടമാണ്. അതായത് ഇങ്ങനൊരു ക്രൂരൻ ജീവിക്കാൻ പാടില്ല. ഇപ്പോൾ ഗോവിന്ദചാമിയൊക്കെ കൈ കിട്ടിയ ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് എടുക്കുമ്പോഴേ അവൻ്റെ കരണകുറ്റി ഒറ്റ അടിച്ച് പൊളക്കണമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദചാമിയൊക്കെ കൈ കിട്ടിയാൽ നമ്മുടെ സമൂഹം വച്ചിരിക്കില്ലല്ലോ. അപ്പോൾ അതാണ് സമൂഹത്തിന് ഇഷ്ടം. പക്ഷേ നിയമപരമായിട്ട് അത് തെറ്റാണ്. പക്ഷേ ഒന്നുകൂടെ ഇഴകീറി പരിശോധിച്ചാൽ നിയമം പറയുന്നതാണ് എല്ലാ കാര്യത്തിലും ശരി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം സാധിക്കും. എന്തുകൊണ്ടാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തേണ്ട എന്ന് പറയുന്നത്? ചരിത്രാതീത കാലം തൊട്ടേ, ദിസ് ഈസ് സോ ബേസിക്, ഇതൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലം തൊട്ടേ സ്ത്രീകൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളായി മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രാതീത കാലം തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോഴും പല മതങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് പുരുഷന്മാരാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ, പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാർ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ ആ ഡോമിനൻസ് സ്ത്രീകളുടെ മേൽ നിയമപരമായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നിയമത്തിൽ സ്ത്രീകൾക്ക്
പ്രത്യേക പരിരക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പച്ചയായിട്ടുള്ള സത്യമാണ്. ഇത് ഇനിയിപ്പോൾ ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അതിപ്പോൾ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും എല്ലാം സ്ത്രീകൾ എന്താണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ബന്ധം സമ്മതത്തോടു കൂടിയായിരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എന്താണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം പറയുന്നത് സത്യം ജയിക്കും, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ ഓഡിയോ ക്ലിപ്പ് രാഹുലിൻ്റേതാണോ? അതിന് മറുപടിയില്ല. അതായത് ഈ ഓഡിയോ ക്ലിപ്പ് തൻ്റേത് തന്നെയാണ് എന്ന് രാഹുൽ മൗനമായി സമ്മതിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ട് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നല്ലോ. നമ്മൾ അജ്മൽ അമീറൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. അപ്പോൾ അതിനൊന്നും രാഹുൽ മുതിർന്നില്ല. അതൊരു നല്ല മൂവായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. എന്തായിരുന്നാലും അതിനൊന്നും രാഹുൽ മുതിർന്നില്ല. രാഹുൽ എന്ത് ചെയ്തു? ഒന്നും പ്രതികരിച്ചില്ല, പ്രതികരിക്കാൻ തയ്യാറില്ല. പിന്നെ ഇതൊരു ഹണി ട്രാപ്പാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് മുമ്പിലേക്ക് ഒരു കേസ് അങ്ങോട്ട് കൊടുക്കണം പിള്ളേച്ച എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള വിഷയമല്ലേ ഉള്ളൂ. അതായത് ഞാനൊരു ഹണി ട്രാപ്പിൽ പെട്ടു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസ് കൊടുക്കാൻ എന്താണ് പാട്? എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തി, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് വിഷയം? പരാതിയുണ്ടോ എന്ന് പറഞ്ഞ് ആ യുവതിയെ നിരന്തരമായി അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ പരാതി വന്നപ്പോൾ ഇപ്പോൾ പറയുന്നത് യുവതി വിവാഹിതയായിരുന്നു എന്നുള്ളതാണ്. ശരി, വിവാഹിതയായിരുന്നു, ഹണി ട്രാപ്പിൽ പെടുത്തിയാണെങ്കിൽ ഒരു കേസ് അങ്ങോട്ട് കൊടുത്തേ. ഹണി ട്രാപ്പിൽ പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെങ്കൊച്ച് ജന്മം ചെയ്താൽ പുറത്ത് വരില്ല. അമ്മാതിരി കിടുക്കാച്ചി പോയിന്റുകളാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പരാതി രാഹുൽ കൊടുക്കുന്നതിന് പകരം രാഹുൽ ആപ്പീസും പൂട്ടി മുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ശരി, അതോടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ ലൈംഗിക ബന്ധം സമ്മതത്തോടു കൂടിയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റേപ്പല്ല, അത് ക്ലിയർ ആണല്ലോ. റേപ്പല്ല, അതായത് ഇത് ബലാത്സംഗമോ പീഡനമോ ഒന്നുമല്ല. IPS സെക്ഷൻ പ്രകാരവും BNS പ്രകാരവും ഒന്നും ഇത് റേപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗർഭധാരണം ആ പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലുള്ള തെളിവുകൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ താഴെയുള്ള ചാറ്റുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പെൺകുട്ടി ഗർഭധാരണം വേണ്ട, എനിക്ക് പിൽസ് വേണമെന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ത് പറയുന്നു? നോ, എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം, എനിക്കൊരു തക്കുടു വാവ വേണം എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. റീപ്രൊഡക്റ്റീവ് കൊയേഷൻ, ഗർഭധാരണത്തിനുള്ള ബലപ്രയോഗം എന്നുള്ളതാണ് ഇതിനെ നിയമത്തിൽ പറയുന്നത്. സ്ത്രീയുടെ ശരീരത്തിലും ജീവിതത്തിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ സമ്മതമില്ലാതെയുള്ള പുരുഷൻ്റെ ഇടപെടൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ. അതായത് എൻ്റെ ഭാര്യ ഇപ്പോൾ അവൾക്ക് ഗർഭം ധരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കില്ല, ഞാൻ പിൽസ് എടുക്കില്ല, കോണ്ടംസ് എടുക്കില്ല, ഒന്നും എടുക്കില്ല, എനിക്ക് ഗർഭം ഇപ്പോൾ ധരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ധരിപ്പിക്കാനായിട്ട് കോടതി വരും. അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. പരാതിപ്പെട്ടാൽ എന്താണ്? കുറ്റകൃത്യമാണ്, വലിയ കുറ്റകൃത്യമാണ്. സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് സ്ത്രീയുടെ അവകാശമാണ്. ഒരു സ്ത്രീ തീരുമാനിക്കും എപ്പോൾ ഗർഭം ധരിക്കണം, എപ്പോൾ ഗർഭം ധരിക്കേണ്ടതെന്ന് സ്ത്രീ തീരുമാനിക്കും. അപ്പോൾ ആ സ്ത്രീയോട് അങ്ങോട്ട് ചാടിക്കയറിയിട്ട് എനിക്ക് നിന്നെ ഗർഭം ധരിപ്പിക്കണം എന്നൊന്നും പറയാനായിട്ടുള്ള അവകാശം ഇല്ല. സ്ത്രീ നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് തന്നെയാണ്. അതിപ്പോൾ കൺസെൻറ്റ് ഉണ്ടെങ്കിലും കൺസെൻറ്റ് ഇല്ലെങ്കിലും. ഇനി അടുത്തതായിട്ട് ഗർഭിണിയായ ശേഷം ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള മരുന്ന് നൽകി. ഇത് വലിയ ഒരു പോയിൻ്റാണ്. ഗർഭിണിയായ ശേഷം ആരോഗ്യത്തിന് ആ പെൺകുട്ടിയുടെ ഇതിൽ പറയുന്നുണ്ട്. ഓഡിയോ ക്ലിപ്പിൽ വളരെ കരഞ്ഞ് വിഷാദയായിട്ട് പറയുന്നുണ്ട്. ഇത് കഴിച്ച ശേഷം രാവിലെ വന്ന് ഞാൻ നിർബന്ധിച്ച് തീറ്റിച്ചു. കഴിച്ച ശേഷം ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു. ബ്ലീഡിങ് തന്നെയാണ്. ഇത് ജീവന് പോലും ഹാനി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളോട് ഇത് ആര് കഴിക്കാൻ പറഞ്ഞു? നിങ്ങളോട് ഏത് ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്തത് എന്നൊക്കെ ആ പെൺകുട്ടി കരഞ്ഞ് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ രാഹുലേട്ടൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയതാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, മാനസിക പീഡനം, ചൂഷണം എന്നിങ്ങനെയുള്ള വിഭാഗത്തിൽ വരുന്നു. ഗർഭിണിയായ ശേഷം അവളുടെ ജീവന് തന്നെ ഹാനി വരുത്താവുന്ന മരുന്ന് അയാൾ കൊടുക്കുന്നു. ഇത് നിയമപരമായി അറ്റംപ്റ്റ് ടു കോസ് മിസ്കാരേജ് വിത്തൗട്ട് കൺസെൻറ്റ്, അതും കൺസെൻറ്റ് ഇല്ലാതെ ഗർഭചിത്രത്തിനായി എന്ത് ചെയ്യുന്നു? ഗർഭചിത്രത്തിനായി പ്രേരിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ഇനി ഗർഭം ധരിച്ചെന്നിരിക്കട്ടെ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. നിയമം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ വായും ചവിട്ടിക്കറി അതിനകത്ത് ഗുളിക എടുത്തിട്ടിട്ട് ഇത് കഴിച്ച് ഇത് ഗർഭം ഇപ്പോൾ അലസിപ്പിക്കണമെന്ന് പറയാനുള്ള ഒരു സംഭവമില്ല. പ്രത്യേകിച്ച് ഇയാളൊരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളാണ്. നല്ല പഷ്ട് ജനപ്രതിനിധി, പറയാതിരിക്കുക അതൊരു നിവൃത്തിയില്ല കേട്ടോ. എന്തായാലും പാലക്കാടുകാർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. എനിക്കൊരു സന്തോഷം മാത്രമുള്ളൂ. കാരണം അവിടെ നല്ലൊരു മനുഷ്യൻ നിന്നായിരുന്നു. നല്ലൊരു മനുഷ്യൻ എന്നാൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട, ഇപ്പോൾ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കണ്ട. അവിടെ നിന്നത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരനാണ്.
നല്ല മനുഷ്യനായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നാലും ഞാൻ അവിടെ പാലക്കാട് നിൽക്കുന്നെങ്കിൽ പാലക്കാടായിരുന്നു എൻ്റെ സ്ഥലമെങ്കിൽ ഞാൻ പുള്ളിക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിട്ടുള്ളൊരു വ്യക്തി എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെറ്റ വെക്കാൻ പോകുന്നവന്മാരൊക്കെയാണ് പാലക്കാടുള്ളവർ ജയിപ്പിച്ച് വിട്ടത്. സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ CPM-കാർ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, അതായത് ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണാധികാരിയെ കിട്ടും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ. എന്തായാലും അറ്റംപ്റ്റ് ടു കോസ് മിസ്കാരേജ് വിത്തൗട്ട് കൺസെൻറ്റ്, അറ്റംപ്റ്റ് ടു കോസ് ഗ്രീവിയസ് ഹേർട്ട്, ക്രിമിനൽ നെഗ്ലിജൻസ്, ഇതൊക്കെയാണ് നിയമപരമായിട്ട് ഇതിൽ വരുന്നത്. ചില സാഹചര്യങ്ങളിൽ അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോമിസൈഡ് വരെ ഇത് പോകും എന്നാണ് നിയമം പറയുന്നത്. ഇത് ചെറിയ കുറ്റമല്ല, ഇത് വളരെ 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 വലിയ കുറ്റമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്ന പോയിൻറ്റും അയാളെ രക്ഷിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യഹാനിക്കും ചൂഷണത്തിലും ഗർഭധാരണത്തിൽ ബലം പ്രയോഗിച്ചതിനും, അതായത് ഒരു രക്ഷാകവചവും അയാൾക്കുണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. അവൾ തെറ്റുകാരി എന്ന വാദം ഇവിടെ നിയമം അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിവാഹിത ആയിക്കൊള്ളട്ടെ, ശരി, വിവാഹിതയായി. ഇനിയിപ്പോൾ വിവാഹിതയാണെങ്കിൽ തന്നെയും ഇയാൾ വിവാഹിതയാണെന്ന് അറിഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്താണ്, എനിക്ക് ഇപ്പോൾ ഗർഭം ധരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് ചീപ്പാണ്. ചീപ്പെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അതൊന്നും ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഹണി ട്രാപ്പ് എന്ന് പറയാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പറയണമെങ്കിൽ ഈ സ്ത്രീ ഇത് മുൻകൂട്ടി പദ്ധതി ഇട്ടിരുന്നു എന്ന് തെളിയണം. അല്ലെങ്കിൽ ഈ സ്ത്രീ പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പാരിതോഷികം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി മേടിച്ചതായിട്ടുള്ള തെളിവുകൾ പുറത്തു വരണം. ബ്ലാക്ക്മെയിൽ ചെയ്ത തെളിവുകൾ പുറത്തു വരണം. കൊടുക്കാനുള്ള ശ്രമം നടത്തിയ തെളിവുകൾ പുറത്തു വരണം. പക്ഷേ ഈ കഥയിൽ ഇവർ ഗർഭം വേണ്ട എന്ന് പറയുന്നു, ഈ പെൺകുട്ടി ആരോഗ്യ ഭീഷണിയിൽ തന്നെ അകപ്പെടുന്നു, ഇയാൾ കുട്ടി വേണമെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ അവകാശമാണ്, ഇതെല്ലാം നിയമമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുന്ന ആൾക്കാർ ന്യായീകരിച്ചുള്ളൂ, അതൊക്കെ അവരുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ്, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10-25 പരാതികളാണ് നമ്മുടെ KPCC കിട്ടിയിരിക്കുന്നത്. പോരാത്തതിന് VD സതീഷിൻ്റെ കയ്യിലുണ്ട് 10-20 പരാതികൾ എന്നാണ് മാധ്യമങ്ങളെല്ലാം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സ്ത്രീയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറയുമ്പോൾ ആ മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള സോഴ്സ് വെച്ചാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B. സജൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ് എത്തിയിരിക്കുന്നത്. ഈ സജന B. സജൻ മാത്രമല്ല, വേറെ പല ആൾക്കാരും എത്തിയിട്ടുണ്ട്. പല ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല യുവതികളും പാർട്ടിക്കകത്ത് തന്നെ ഈ വേട്ടാവളിയൻ്റെ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണിത്. അതായത് പാർട്ടിക്കകത്ത് തന്നെ ഓടി നടന്ന് പീഡിപ്പിക്കുക എന്നുള്ളത് ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. സജന B. സജൻ പറയുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം. പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട്. കോൺഗ്രസ് പൊതുവെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പെടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പൊതുവിലൊരു സംസാരം പുറത്തുണ്ട്. സംഭവം സത്യമാണെങ്കിലും ഇതിലെങ്കിലും അതൊന്ന് മാറ്റിപ്പിടിയടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സജന B. സജൻ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം. ഇവൻ ഉപദ്രവിച്ച ഇരകളെ മുഴുവൻ കാണണം. ഇരകളെ മുഴുവൻ കണ്ട് എന്താണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാം കണ്ട് എന്ത് ചെയ്യണം, അവരുടെ എല്ലാം മൊഴിയെടുത്ത് അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് സജന B. സജൻ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പരാതിയല്ല, പല സ്ത്രീകളും ഇവൻ്റെ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിങ്ങനെ ഇരുത്തി വെളുപ്പിച്ച് കഴിഞ്ഞ ശേഷം സവാദ് അടുത്ത ബസ്സിൽ കയറി തുണിയൊക്കെ കാണിച്ച പോലെ ഇവൻ പുറത്തിറങ്ങി അടുത്ത പീഡനം തുടങ്ങും, അല്ലെങ്കിൽ അടുത്ത പെണ്ണ് ഇവൻ്റെ പേരിൽ കേസുമായിട്ട് രംഗത്ത് വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് വെളുപ്പിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധിയാണെന്നുള്ളതാണ് ശരി. ഇനി എല്ലാം പോട്ട്, ഇയാളൊരു ജനപ്രതിനിധിയല്ലേ, അതായത് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത ഒരു പ്രതിനിധിയാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ലേടെ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഇല്ല, അതാണ് ഉത്തരം. ജനപ്രതിനിധിക്ക് പ്രൈവറ്റ് ലൈഫ് ഇല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ CPM-ൻ്റെ മെമ്പറായിരുന്നു. CPM-ൻ്റെ മെമ്പറായിട്ട് ഇത്തവണയും ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, ഇത്തവണ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ജോലി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ലക്ഷം പിന്നാലെ ഇല്ലേ യുവ നേതാവേ, അതായത് നമ്മുടെ ഓമന നേതാവ് ഇത്തവണ നമ്മളെ നയിക്കാനില്ലേ എന്ന് പാർട്ടിക്കാർ ചോദിക്കില്ലേ. അപ്പം നേതാവ് നമ്മളടുത്ത് വന്ന് ജോലിയൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത്
നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റുന്നതല്ല. രാഷ്ട്രീയമെന്ന് പറഞ്ഞൊരു സേവനമാണ്. അവിടെ പ്രൈവസി ഇല്ല. അവിടെ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങോട്ട് ഹോമിക്കേണ്ടി വരും. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനമാണ്. നമ്മൾ ഒരു അങ്ങറ്റവും ഇങ്ങറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് പാടുപെടുന്ന സാധാരണ പൗരൻ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു കുടുംബജീവിതം പോലും ഉണ്ടാകണമെങ്കിൽ വളരെയധികം പാടുപെടണം. കാരണം അതുപോലും പറ്റത്തില്ല അതിനകത്ത്. അതുപോലും പറ്റാത്ത രീതിയിലാണ് രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശമ്പളം അത് തീരെയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ സവിശേഷമായിട്ടുള്ള ഒരു ജോലിയാണ്. സവിശേഷമായിട്ടുള്ള ജോലി എന്ന് പറയുമ്പോൾ അത്രയധികം ദൈവികത്വമുള്ള രാഷ്ട്രത്തിലെ ജനങ്ങളെ സേവിക്കാനായിട്ട് ജനങ്ങൾ സെലക്ട് ചെയ്ത് വിടുന്ന ഒരാളാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് വിടുന്ന ഒരാളാണ് ഓടി നടന്ന് ചെറ്റ പൊക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. എന്നിട്ടും ഇതൊക്കെ മനസ്സിലാകാത്തവന്മാരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സവാദിൻ്റെ കഥ ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശരി.